നമസ്കാരം സവിശേട്ടാ. നമസ്കാരം. പുതിയ വിശേഷം എന്ന് പറയുന്നത് പ്രതിഭ ട്യൂട്ടോറിയൽസ് ആണ്. ട്യൂട്ടോറിയൽ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ച ട്യൂട്ടോറിയലിന്റെ പേരും പ്രതിഭ ട്യൂട്ടോറിയൽ എന്നായിരുന്നു. ഓ കോയിൻസിഡൻസ്. അതെ, അത് ഞാൻ എന്നെ പടത്തിൽ വിളിച്ചപ്പോഴേ പറഞ്ഞു ഉദയം പേരും പ്രതിഭ ട്യൂട്ടോറിയൽ എന്നുള്ള കോളേജിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചത്. അത് ആ പേര് തന്നെ ഈ പടത്തിന് വന്നു. ഓക്കെ. അപ്പൊ ആ ഒരു ഓർമ്മകളൊക്കെ വന്നോ പണ്ടത്തെ? അല്ല, ആ ഓർമ്മ നല്ല ഓർമ്മയല്ല, തല്ല് കിട്ടുന്ന ഓർമ്മയല്ലേ അതൊക്കെ. ട്യൂട്ടോറിയലിലൊക്കെ അടിയണോ? പിന്നെ അത് സ്കൂളിൽ ശരിയാവാൻ പറ്റില്ല ട്യൂട്ടോറിയൽ വിടണത്. അപ്പൊ അവിടെ പൊതുരെ തല്ലും. ട്യൂഷൻ ക്ലാസ് ആണോ? ട്യൂഷൻ ക്ലാസ്. ഓ, ഞാൻ ഓർത്തു മറ്റേ എന്താ പറയാ കോളേജാണ്. അല്ല, 10th കഴിയുമ്പോഴത്തേക്കല്ല, അത് ട്യൂഷൻ സെന്ററാ. അതും പ്രതിഭ ട്യൂട്ടോറിയൽ. 10th പാസ്സാവാത്തവർക്കുണ്ട്, എല്ലാം ഉണ്ട്. ഡിഗ്രിക്കാർക്ക് ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ നല്ല അടിയിടിയായിരുന്നു. നല്ല അടി. നാണു സാറെന്ന് പറഞ്ഞ സാറുണ്ട്. ഒരു നാണമില്ല എന്നെ തള്ളണേന്. ഞാൻ ഓർക്കും പുള്ളി എന്നെ തല്ലാൻ അങ്ങോട്ട് തന്നെയായിരുന്നു. അത് കാരണം ഭയങ്കര ഒരു രസമായിരുന്നു. ചേച്ചിനെ കണ്ടത് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടായിരുന്നു? അല്ലല്ല, ചേച്ചിനെ കണ്ടത് വേറെ ട്യൂട്ടോറിയൽ വെച്ചാ. അത് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച ഡാൻസിന്റെ. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ? അല്ല, ഷൂട്ട് കാരണം ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞ, ചേട്ടൻ ഷാജി ഇങ്ങനെ ഒരു പടമുണ്ട്, പടത്തിൽ വർക്ക് ചെയ്യാനായിട്ടാണ് ഡേറ്റ് തന്നെ. അങ്ങനെ വന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞ കാണാം, നമുക്കൊന്ന് സംസാരിക്കാം, ജസ്റ്റ് സംസാരിക്കുന്ന ന്യൂക്ലിയസ് മാളിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഗോൾഡ് സൂക്കിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നേരെ വണ്ടി വന്ന് നിർത്തുന്നത്. ഫ്രണ്ടിലെ ഡോർ തുറക്കുന്ന 50,000 അഡ്വാൻസ് എടുത്ത് തന്നെ ഓക്കെ കഥ തന്നെ പറഞ്ഞോളാം. ആദ്യമായിട്ട് അങ്ങനെ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പേശി ഇതൊന്നുമില്ല, വരിക വണ്ടി നിർത്തുക അഡ്വാൻസ് വരിക ഓക്കെ പിന്നെ കാണാം ടോക്ക് പോയി. ഒന്നും പറഞ്ഞില്ല, കഥയും പറഞ്ഞ ആളുടെ മുഖം പോലും ഞാൻ ശരിക്കും കണ്ടില്ല. ഞാൻ നോക്കുമ്പോൾ പൈസ ഇങ്ങനെ അങ്ങ് പോയി. പൈസ മാത്രം ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിനോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് കൂടുതലായിരുന്നു. ഷൂട്ടിന് പോയാലും അവിടെ ചെന്നൊക്കെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ. ചോദിച്ചില്ലായിരുന്നു അത് എന്തുകൊണ്ട് അങ്ങനെ തന്നിട്ട് പോയെന്ന്? വേണ്ട, ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൂടത്തിന് ഇത് മാറ്റി തന്നാലാ, അതുകൊണ്ട് ഇപ്പൊ പുതിയ ഓർഡർ ചെയ്യാൻ പോവാ. അപ്പൊ ഞാനൊന്നും അതെന്തിനാ അങ്ങനെ തന്നെന്ന് ചോദിച്ചാൽ പറയും ഷാജി അങ്ങനെ ചോദിക്കണം, അത് 2 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ ചോദിക്കട്ടെ. അപ്പൊ അത് വേണ്ട, ആദ്യമായിട്ട് കിട്ടുമ്പോൾ നമുക്കതൊരു. കോഴിക്കോടായിരുന്നില്ലേ ഷൂട്ട്? കോഴിക്കോട്. കോഴഞ്ചേരി. ഓക്കെ. അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അല്ല, അവിടെ ഒരു വീട്ടിലായിരുന്നു, ഞാൻ ഫുൾ ഒരു വീട്ടിലായിരുന്നു. അത് ആ പ്രൊഡ്യൂസറുടെ വീട് തന്നെയായിരുന്നു. പ്രൊഡ്യൂസറാണോ കോ പ്രൊഡ്യൂസറാണോ അങ്ങനെ എന്തൊക്കെയോ ആ സമയത്ത്. ഇപ്പം നമ്മുടെ ശ്രീലാൽ അദ്ദേഹമാണ് പ്രൊഡ്യൂസർ. ഞാൻ അന്ന് ആ വീട്ടിൽ ഭയങ്കര സ്നേഹമായിരുന്നു. ആ വീട്ടുകാർക്ക് ഭയങ്കര സ്നേഹം, ആ പുള്ളിയാണെങ്കിൽ ഭയങ്കര സ്നേഹം. തിരിച്ച് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് ഹോട്ടലിൽ ചെന്ന് അവിടെ വരും. അങ്ങനെ ഷൂട്ട് പാക്കപ്പ് പറഞ്ഞ് പോകുന്നതിന് മുമ്പ് എൻ്റെ സബ്ജക്റ്റ് കേട്ടിട്ടുണ്ട്, ഷാജി നമുക്ക് അടുത്ത പടം എന്തായാലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഞാൻ വീട്ടിൽ വന്ന് 2-3 ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിൽ, പ്രതിഭ ട്യൂട്ടോറിയൽ ഗ്രൂപ്പിൽ ഇദ്ദേഹം മരിച്ചെന്ന് ഫോട്ടോ വന്നേക്കും. അങ്ങനെ ആ ഒരു വിഷമം ഉണ്ടായി. അത്രയും ഹാപ്പി ആയിട്ട് ഷൂട്ട് കഴിഞ്ഞ് പോകുന്നതാണ്. ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു നല്ല മനുഷ്യനായിരുന്നു. പിന്നെ ഭയങ്കര വിഷമമായി പോയി. ഓക്കെ. പിന്നെ ഓണത്തിനാണ് സിനിമ ഇറങ്ങുന്നത്. ഈ ഓണം സമയത്ത് സിനിമകൾ ഇറങ്ങുമ്പോഴേ ഒരു ടെൻഷൻ ഉണ്ടാവും. അതായത് കാരണം കുറെ ഓണം സിനിമകൾ ഒരുമിച്ച് അതിന്റെ കൂടെ ആയിരിക്കും പ്രതിഭ ട്യൂട്ടോറിയൽ ഇറങ്ങുന്നത്. അതെ, അത് അങ്ങനെ ടെൻഷൻ ഉണ്ടാവും. കാരണം എൻ്റെ ആദ്യം വെള്ളിമുങ്ങം എന്ന് പറഞ്ഞ പടം ഓണത്തിനായിരുന്നു. അത് പക്ഷേ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഓണത്തിന് വന്നാണ് ഭാസ്കർ റാസ്കൽ. അപ്പൊ അങ്ങനെ ആ 2 ഓണം ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മളെക്കാളൊക്കെ ഉപരി എന്തോരം ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ സാർ. അപ്പൊ എന്തായാലും പുള്ളിയുടെ ആ ഒരു ഇത് ടെൻഷനും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പടം നല്ല വിജയമാറ്റിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, നല്ല പടമാവട്ടെ. അതെ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഈ ട്യൂട്ടോറിയൽസ് അല്ലെങ്കിൽ ഈ കോളേജൊക്കെ ഒരു ഇതിവൃത്തമായിട്ടുള്ള സിനിമകൾ കുറെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രതിഭ ട്യൂട്ടോറിയൽ അതിനകത്തൊരു എന്ത് വ്യത്യാസമാണുള്ളത്? അല്ല, ഇത് നോർമലി അങ്ങനത്തെ ഒരു കോളേജ് അല്ല ഇത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാവണ പണ്ടത്തെ ഒരു അത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ് തോറ്റിട്ട് പഠിക്കണതും ഒക്കെ അങ്ങനെ ഉള്ള ക്ലാസ്സുകൾ, ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ടാവണം. ഒരു നാട്ടിൻപുറത്തെ ഒരു സ്കൂളാണ്, ബെഞ്ചൊക്കെ ഇട്ടിട്ട് ഇത് തുടങ്ങാനുള്ള ഫൈറ്റും തുടങ്ങിയിട്ട് നിലനിർത്താനുള്ള ഫൈറ്റൊക്കെയാണ് ഈ സിനിമയിൽ പോകുന്നത്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഇടിയല്ല കേട്ടോ, മാനസികമായിട്ടുള്ള അവരുടെ അവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ. എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനത്തെ ട്യൂട്ടോറിയൽസും കോളേജുകളൊക്കെ ട്യൂട്ടോറിയൽസ് ഭയങ്കര കുറവായി. നമ്മുടെ കാറ്റഗറി മൊത്തത്തിൽ മാറിയല്ലോ, ഓൺലൈൻ ട്യൂഷൻസ് ആയില്ലേ. അല്ല, നമ്മള് പള്ളിക്കൂടം എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ മാറി. ഇപ്പൊ സ്കൂളാണ് പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റോറിയം സ്കൂൾ, അതിന്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലാഗ് പോസ്റ്റ്, അതുപോലെ 2-3 മരങ്ങൾ, അതൊക്കെ പോയിട്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. അതൊക്കെ പോയിട്ട് ഇപ്പോൾ വലിയ വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആയി, അങ്ങനത്തെ രീതിയിലേക്കായി. പിന്നെ ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് നമ്മൾ ഓർക്കുന്ന കോവിഡ് വന്നപ്പോഴത്തേക്ക് നമുക്കൊരു 2 വർഷം പോയി എന്ന് ഓർക്കണം. നമ്മളൊരു 10 വർഷം നമ്മൾ പോയേക്കണം. നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്താണ് വീട്ടിൽ നിന്ന് പിള്ളേർ മൊബൈലിൽ പഠിക്കണൊക്കെ. അതൊരു 10 വർഷത്തിന് ശേഷം സംഭവിക്കേണ്ട കാര്യമാണ് 2 വർഷം കൊണ്ട് നമ്മൾ ആദ്യം സംഭവിച്ചത്. അതെ, വിദ്യാഭ്യാസം എന്തായാലും ഒരു അഭ്യാസം തന്നെ. ഇത്തവണ ഓണത്തിന് എന്താ പരിപാടി?
ഓണത്തിന് സാധാരണ പൂക്കൾ ഇടണം, ഇതൊക്കെ തന്നെയാണ്. അല്ല പ്രോഗ്രാംസ് ഉണ്ടോ ഇത്തവണ? പ്രോഗ്രാം ഒക്കെ ഉണ്ടായി, പക്ഷെ വയനാട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഗവൺമെന്റ് പരിപാടികളെല്ലാം മാറ്റിവെച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ എല്ലാ ക്ലബ്ബുകാരും കേട്ടവരൊക്കെ പറഞ്ഞു നമുക്ക് ഒരിടത്താണ് വയനാട്ടിൽ ഇത് കഴിക്കാം. പക്ഷെ ഗവൺമെന്റിന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ തൃപ്പൂണിത്തുറ അത്തച്ചമയം നടക്കുന്നുണ്ട്, ആറന്മുള വള്ളംകളി നടക്കുന്നുണ്ട്. പക്ഷെ കൊച്ചു കലാകാരന്മാർ, ഞങ്ങളെ സംബന്ധിച്ച് മിമിക്രി കലാകാരന്മാരുടെ ഓണമാണ് അവരുടെ ഈ തുണിക്കടയിൽ തുണി വിൽക്കണ പോലെ ആ ഒരു ഓണത്തിന്റെ 5 ദിവസമാണ് നമുക്കൊരു ഇത്. പക്ഷെ അതെല്ലാ പ്രോഗ്രാമും ക്യാൻസലായി, കുറെ കലാകാരന്മാർ ഓണം ഇതിലായി. കാരണം അതിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ അല്ലേ, ഓണം ടൈമിൽ കുറെ പ്രോഗ്രാംസ്. അതെ. ഓക്കെ, അപ്പൊ അതിന്റെ വിഷമമുണ്ട്. അതിന്റെ വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ കാരണം ഞങ്ങൾ പിന്നെയും ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ ഇതൊന്നും ഇല്ലാതെ സ്റ്റേജ് കൊണ്ട് ജീവിക്കണ കുറെ കലാകാരന്മാരുണ്ട്, മിമിക്രിക്കാരുണ്ട്, ഗാനമേളക്കാരുണ്ട്, അങ്ങനെ ഒത്തിരി നാടകം, അതുപോലെ തന്നെ ബാല, അങ്ങനെയുള്ള സ്റ്റേജ് കലാകാരന്മാർക്ക് മൊത്തം അടി കിട്ടിയേക്കണ സമയം ഇത്. അന്നാ ഈ കോവിഡ് വന്നപ്പോഴും ഇത് വന്നപ്പോഴും ഒക്കെ ഈ കലാകാരന്മാർ റോഡ് ഷോ നടത്തിയൊക്കെ പൈസ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ശരിയാ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇങ്ങനെ പറഞ്ഞാലും എല്ലാ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നു, കാരണം എല്ലാ ഓണ പ്രോഗ്രാമുകളും നടക്കുന്നുണ്ടല്ലോ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട്. അതെ. അല്ല പക്ഷെ ഒരു പരിപാടി നടക്കാനല്ല. ഇപ്പൊ എന്റെ വീട്ടിലേക്കുള്ള ഒരു വഴിയാണെങ്കിൽ നമ്മൾ പറയാണ്, ഇപ്പൊ ഇപ്പുറത്ത് വീട്ടുകാരായിട്ട് നമുക്ക് വഴക്കുണ്ട്, ഇപ്പുറത്ത് വീട്ടുകാർ സ്നേഹമാണ്, പക്ഷെ എന്റെ വഴി എനിക്ക് നടക്കാനുള്ളതായിട്ടെന്ന് പറഞ്ഞാൽ ഇവരും നടക്കില്ല അവരും നടക്കില്ല എന്ന് പറഞ്ഞ പോലെ എടുത്ത് ഒരു തീരുമാനം ഗവൺമെന്റ് പരിപാടികളൊക്കെ വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ കേട്ട പാതി കേൾക്കാതെ പാതി ക്ലബ്ബുകാരും ഒക്കെ പറഞ്ഞു നമുക്കും വേണ്ട. ഓക്കെ, എന്നോട് വിളിച്ച് കുറേ പേര് പറഞ്ഞു ഞാൻ വയനാട് പോകണോണ്ട്, ഇപ്പം ഞാൻ 5-ാം തീയതി പോകുന്നുണ്ട്, അപ്പോൾ പോയി അവിടെ ഹെൽപ്പ് ചെയ്യണോണ്ട് അവർ വിളിച്ചിട്ട് ഞങ്ങൾ പരിപാടി മാറ്റി വെച്ചാൽ ആ പൈസ നിങ്ങൾക്ക് തരാം, നിങ്ങൾ അവിടെ സാധനങ്ങളൊക്കെ കൊടുക്കണം പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് കുറേ കലാകാരന്മാർക്ക് ഓണം കഷ്ടപ്പാടായി. അത് ഈ ഓണം അടുപ്പിച്ചും കൂടെ ആയപ്പോഴത്തേക്കും. അതെ, പിന്നെ ഓണം അടുപ്പിച്ചാൽ അത് ഓണാഘോഷം നടത്താൻ പറ്റുമോ? അല്ല, ദുരന്തം അല്ല, അത് വലിയ ദുരന്തമാണ്. കാരണം ഇന്നിപ്പോൾ 2-ാം തീയതി, ഇന്ന് അവിടെ സ്കൂള് തുറക്കുവാണ് കുട്ടികളുടെ. ആ സ്കൂളിൽ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടായി. ഇപ്പം ഞങ്ങൾ ചെന്നിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ദിവസം അവരുടെ കൂടെ പോകുന്നുണ്ട്. കുറച്ച് പിള്ളേർ മാത്രമേ ഇനി ബാക്കി ഉണ്ടാവുള്ളൂ. അതെ. അല്ല, ഒരു ക്ലാസ്സിൽ നിന്ന് 5 കുട്ടികൾ വരെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ വന്നു കഴിയുമ്പോൾ ഇവരെ കാണാണ്ടാകുമ്പോൾ ഒക്കെ ഭയങ്കര വിഷമമല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവിടെ നമ്മുടെ പടത്തിലെ സെൻട്രൽ ക്യാരക്ടറാണ് നിർമ്മലൊക്കെ അവിടെ ആയിരുന്നു. ചേട്ടാ, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വേണ്ടിയിട്ട് ഇപ്പം ഇത്രയും വർഷമായി, അപ്പോൾ ഇപ്പോൾ സിനിമയിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങൾ അറിയാലോ, അപ്പോൾ കുഴപ്പമില്ലല്ലോ ചോദിക്കുന്നു? എന്ത് കുഴപ്പം? ഓക്കെ, അപ്പോൾ ഇപ്പൊ അമ്മയിൽ എല്ലാവരും രാജിവെച്ചിരിക്കുകയാണ്, ഒരു നേതൃസ്ഥാനം എന്ന് പറയാൻ ആരും ഇല്ല. അപ്പോൾ ചേട്ടൻ എന്താ തോന്നുന്നത്? അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു റീഫ്രഷ് നല്ലത് എന്തായാലും. ഇപ്പൊ ഈ ലാലേട്ടൻ രാജിവെച്ചതാണെങ്കിലും സിദ്ദിഖ് രാജിവെച്ച ഇതെല്ലാം ആരോപണങ്ങളാണ്. നമ്മൾ ഒരിക്കലും ഇത് ക്ലിയർ കട്ടായിട്ട് കോടതി വിധിക്കാതെ നമ്മളൊരാളെ പ്രതി എന്ന് പറയാനും പറ്റില്ല. ഇതിനുള്ളിൽ എന്താ നടന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഈ ഇതിലേക്ക് വന്ന് നമ്മൾ എന്ത് ഹൈപ്പിലെത്തിയാലും പ്രൈമറി എൻ്റെ ഫാമിലിയാണ്, എൻ്റെ വീടാണ്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഭാര്യ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ള കാര്യമുള്ളൂ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ എല്ലാവരും ഒരു രീതി ചിന്തിക്കണമെന്നില്ല, ഏത് രീതിയില്ല അവരുടെ മനസ്സങ്ങോടെ യാത്രയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ശിക്ഷിക്കണം. ആരും നോക്കാതെ, മുഖം നോക്കാതെ നിയമത്തിൻ്റെ മാക്സിമം ശിക്ഷ കൊടുക്കണം യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ കുരിശിലടിക്കണ പോലെ ആവരുത്. ഈ സിനിമ മേഖല മൊത്തത്തിൽ തന്നെ ഒരു ഇളകിയിരിക്കുന്നു. അതൊക്കെ ചുമ്മാ തന്നെ ഞാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് എത്ര സഹോദരങ്ങളുണ്ട്? ബ്രദർ ഉണ്ട്, സിസ്റ്റർ, ഒരു ബ്രദർ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഈ ബ്രദർ ഫുൾ ടൈം കഞ്ചാവും വെള്ളമാണ്, ആൾക്കാരെ കണ്ട ഇടിവെക്കാൻ നടക്കും എന്ന് വെച്ച് നിങ്ങളുടെ വീട്ട് പേര് വെച്ചിട്ട് പറയൂ ആരെങ്കിലും? പിന്നെ വീട്ടിൽ ആ വീട് മൊത്തം കൊള്ളൂല്ലാത്ത ആൾക്കാരെന്ന് പറയൂ? ആ ആള് ഇതിപ്പോ അമ്മയില് മെമ്പർഷിപ്പ് ഉള്ള ഈ ആള്, അല്ലാണ്ട് അമ്മ മൊത്തം ഇതാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? ഈ 5-6 പേരിൽ ഒതുങ്ങണതാണോ അമ്മ സംഘടന? ഇത്ര ആർട്ടിസ്റ്റ്, ഇത്ര പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ്. അപ്പൊ അതിൽ ഇപ്പൊ ഈ ഒരു 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ 2 ചിന്നി ചെതറി പോകും. അതുപോലെ നമ്മളൊരു ഫാമിലി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എവിടെ നിന്ന് ആരാ എന്ത് പറഞ്ഞു, എനിക്കും പറയാം എന്ത് വേണമെങ്കിലും. നമ്മളെ മനസ്സിൽ കയറി നിന്നിട്ട് പറഞ്ഞാൽ കറക്റ്റാണെന്ന് തുറന്ന് നോക്കാനൊന്നും പറ്റില്ലല്ലോ. പറഞ്ഞങ്ങ് ഉണ്ടാക്കാൻ എനിക്കും പറ്റും. പക്ഷെ അതിൽ യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇത് എൻ്റെ വീട്ടിലുണ്ട് മങ്ങന്മാർ, സഹോദരിമാർ, എൻ്റെ കൂടെ അയൽവക ചേച്ചിമാർ എല്ലാം ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ആ ഒരു പക്ഷത്താണ് നിൽക്കുന്നത്. അവർക്കത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം കൊടുക്കാവുന്നതിൻ്റെ അങ്ങേപ്പുറത്തെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഓക്കെ, ഓൾറെഡി ഈ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു രീതി തന്നെയാണ് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം വന്നതോടുകൂടി സിനിമാ മേഖലകളിലെ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല എന്നുള്ളൊരു സുരക്ഷിതരല്ല എന്ന് പറഞ്ഞത് ഇപ്പം ഇവിടെ വന്ന കുട്ടികളെ കണ്ടില്ലേ? ഞാൻ ട്യൂട്ടോറിയൽ മൊത്തം കുട്ടികളെ ഞാൻ ആ പടത്തിൽ കുറേ ദിവസം ഇവർക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ്, ഞാൻ അവരോട് ബിഹേവ് ചെയ്യണം എങ്ങനെയാണ് ഒക്കെ അറിയാം. പിന്നെ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രി ഒരു 12 മണിയാകുമ്പോൾ ഈ കുണ്ടന്നൂർ ജംഗ്ഷൻ്റെ ആ പാലത്തിൻ്റെ അടുത്ത് സൈഡിലൊരു കടയുണ്ട്. ആ കടയിലൊന്ന് പോയി നോക്കാം. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ
എത്ര പെൺകുട്ടികളാണ് അവിടെ ഈ 1 മണി 2 മണി രാത്രിക്ക് അവിടെ നിന്നുകൊണ്ട് സ്മോക്ക് ചെയ്യുകയും കൂട്ടുകാരുമായിട്ട് വർത്താനം പറയും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യണം. ഈ സുരക്ഷിതത്വം ഇല്ലാഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ബൈക്കിൽ ഒരാണും 2 പെൺകുട്ടികളും കൂടി പോയിട്ട് എൻ്റെ ആ മരടിൻ്റെ ആ ഭാഗത്ത് കുഴി ചാടി വീണു. അതും പാതിരാത്രി ഞാൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്ന സമയത്ത്. ഇത് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ ഇങ്ങനെ നടക്കും അവർ. ഇപ്പം ആണ് പെണ്ണുങ്ങളുടെ വ്യത്യാസമില്ല, ഫുള്ള് ഈക്വലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ഈ മേഖലയിൽ വന്നിട്ട് ഇങ്ങനെ സംഭവിച്ചത് അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതെന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം, കോടതി വിധി ഉണ്ടാവും. ആ വിധിയെ നമ്മൾ മാനിക്കണം. അതുപോലെ സഹോദരിമാരെ മാനിച്ചുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുള്ളത് ആരും. ഇപ്പം ഞാനിപ്പോൾ ഇയാൾ എന്നെ പിടിച്ചൊരു തല്ല് തല്ലിയാലും ഞാൻ തിരിച്ചൊരു തല്ല് തല്ലുമ്പോഴത്തേക്ക് എല്ലാവരും ഇയാളുടെ കൂടെ ഒക്കെ ഉള്ളൂ. അത് എപ്പോഴും ഉണ്ട്, നമ്മളെല്ലാവരും മനസ്സിലുണ്ട്. എൻ്റെ പെങ്ങളാ അല്ല എൻ്റെ അനിയത്തിയ എന്നുള്ള ആ ഒരു ഇതിൽ താൻ ഫസ്റ്റ് അടിച്ചത് ആരും കൂട്ടൂല, സെക്കൻഡ് എൻ്റെ അടിയെ കണക്കാക്കുള്ളൂ. അപ്പം അതുകൊണ്ട് എപ്പോഴും പെൺകുട്ടികളുടെ കൂടെ തന്നെയാണ്, അല്ലെ സ്ത്രീകളുടെ കൂടെ തന്നെയാണ് ആണുങ്ങൾ എല്ലാവരും കൂടെ ഉള്ളത്, സമൂഹം കൂടെ ഉള്ളത് അങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഈ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ഇന്ന് ഉണ്ടാവുന്ന ഒരു എക്സ്പെക്ടേഷൻ ചേട്ടൻ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഇത്രയും ദിവസമായിട്ട് ഒരു ചാനലിൽ കുറെ എന്നെ വിളിച്ചിട്ട് ഞാൻ ഒരാൾക്ക് ഇന്റർവ്യൂ ഒന്നും കൊടുക്കുക, കാരണം എനിക്ക് അറിയില്ലാത്തൊരു കാര്യം ഞാൻ പറയാൻ പാടില്ല, അല്ല അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത് ഇതിലെപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഇരയെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ സഹോദരിമാരുടെ കൂടെ ഞാൻ ഉണ്ടാവുള്ളൂ. ഇത് തെറ്റ് ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അതിന് അവരുടെ കൂടെ കട്ടക്ക് ഞാനുണ്ടാവും. ഓക്കെ, ചേട്ടൻ നല്ല ഭക്തനാണോ? ഭക്തനാണ്. എനിക്ക് കുറിയൊക്കെ കണ്ടപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് പോയായിരുന്നു. ദൈവവിശ്വാസം ഇന്നലെ ആയില്ലോ വരുന്നല്ലേ, ഇന്നലെ എല്ലാം ദൈവവിശ്വാസം ഉണ്ടാവും. ദൈവവിശ്വാസമൊക്കെ ഉണ്ട്. ഇപ്പം എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഇപ്പോൾ ഒരാളെന്നോട് ചോദിച്ചേ, ഞാനിങ്ങനെ തൊട്ട് കഴിഞ്ഞപ്പോൾ ദൈവം ഉണ്ടെന്ന് ഉറപ്പാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തൻ്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചു. പേരെന്നാ? അതിൻ്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അതും ഒരു പേര് പറഞ്ഞു. അതിൻ്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ അതറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളുണ്ടോന്ന് ചോദിച്ചു. ഉണ്ടാവുമല്ലോ, നമ്മൾ തെളിയിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. അല്ല അതില്ല, അങ്ങനെ പോകും, അച്ഛനങ്ങ് പോയി നമുക്ക് ആർക്കും തെളിയിക്കാൻ പറ്റില്ല. ഇത് വിശ്വാസം, ഒരു ഭയം. ഇപ്പം ഇവിടെ നിന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോഴത്തേക്ക് ആ SI ഇരിക്കുന്നത് ഒരു ഭഗവാനെ നമ്മുടെ SIനെ കാണുമ്പോൾ നമ്മൾ എന്താ സാറ് വിളിച്ചതെന്ന് ഇങ്ങനെയൊന്നും ചോദിക്കൂല. നമ്മൾ സാറേ എന്താ വിളിച്ചെന്താന്ന് ചോദിക്കും. ഇത് ഒരു ഭയം, നമ്മൾ എന്തിനോട് ആ ഒരു കല്ലാണെങ്കിൽ ആ കല്ലിനോടൊരു ഭയം കൊണ്ടുള്ള ഒരു ബഹുമാനം. അത് ഇപ്പോഴത്തെ കാലത്ത് ഇല്ലാത്ത പോയത് അതാ. നമ്മൾ പണ്ട് നമ്മൾ കുളിക്കാനൊക്കെ അടുത്ത് കുളത്തിലൊക്കെ പോകുമ്പോൾ അപ്പുറത്ത് വീട്ടിലെ ചേട്ടന്മാർക്കൊക്കെ നമ്മളെ തല്ല, എല്ലാവർക്കും നമ്മൾ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. അന്നേരമൊക്കെ നമുക്ക് അവരെ ഭയമുണ്ട്, അത് ബഹുമാനം കൊണ്ടുള്ള ഭയം. അതിന് നമ്മൾ ദൈവവിശ്വാസം അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എന്തിനെങ്കിലും ഒന്ന് ബഹുമാനിക്കണ്ടേ. അതെ, അല്ലെ പണ്ട് നമുക്ക് അങ്ങനെ അയൽക്കാരുടെ വഴക്ക് കിട്ടി നമ്മൾ വീട്ടിൽ പോയി പറയുമ്പോൾ വീട്ടിൽ നിന്ന് രണ്ടെണ്ണം കൂടുതൽ കിട്ടി. ഇപ്പൊ ചെന്നിട്ട് അടുത്ത വീട്ടിലെ പുള്ളി നിങ്ങളുടെ മോൻ അങ്ങനെ കാണിച്ചാൽ നീ ഇവിടെ അവിടെ എൻ്റെ മോൻ അങ്ങനെയൊന്നും കാണിക്കൂല, ഇങ്ങനെ പറയുള്ളൂ. അത് അച്ഛൻ പറഞ്ഞ അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞാൽ നീ എന്താ അങ്ങനെ കാണിച്ചെന്ന് വെച്ചാൽ അന്ന് രാത്രി അയാളെ വീട്ടിൽ കയറി ഇരിക്കും ഈ പയ്യൻ. ഇതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നാട് ഓടുമ്പോൾ നടുവേ ഓടുക, അത്രേ ഉള്ളൂ, ഒന്നും നോക്കണില്ല, ഓടി കയറിക്കോളുക. ഇനി നമ്മൾ പ്രതിഭ ട്യൂട്ടോറിയൽസിലേക്ക് വരികയാണെങ്കിൽ ചേട്ടന് കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ആരായിട്ടാ? ഞാനും അഞ്ജന അപ്പുക്കുട്ടൻ, അഞ്ജന ഞാനുമാണ്. അത് ഒരു ഹോസ്റ്റലിലെ വാർഡനാ ഞാൻ. അപ്പൊ അവിടുത്തെ ലേഡീസും ജെന്റ്സും എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു ഹോസ്റ്റലായത്. ആശയമൊന്നുമല്ല, പുതിയ ആശയമല്ല, ഇനി അങ്ങനെ വേണ്ടത്. കാരണം വ്യത്യാസമില്ല. ഇപ്പൊ നമ്മള് ഈ വ്യത്യാസം എന്ന് പറയണത് ഇപ്പൊ ഈ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവർ അവരുടെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കി കോമൺ ആയിട്ട് എല്ലാവരും നടക്കണത്. ഞാൻ എന്നാലും ഹോസ്റ്റലിൽ പെട്ടെന്ന് ലേഡീസ് ആണോ ജെന്റ്സ് ആണോ നമ്മളെ എടുത്ത് ചോദിക്കുമല്ലോ. അടുത്തടുത്ത അങ്ങനെ അപ്പൊ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഞങ്ങൾ തമ്മിലൊരു പ്രണയമുണ്ട്. ഈ അഞ്ജന അവിടുത്തെ കെയർടേക്കറാ ഞാൻ, വാർഡൻ അഞ്ജന, ഞങ്ങൾ തമ്മിൽ പ്രണയമുണ്ട്. ചേട്ടൻ പ്രണയമൊക്കെ അഭിനയിക്കുമ്പോൾ ക്രിഞ്ചൊക്കെ തോന്നും. എനിക്ക് ഏറ്റവും ചമ്മലതാ, ഞാൻ ഒരു പടത്തിന്റെ പേര് ആരോട് പറയാൻ ആര് കേൾക്കാൻ, ഈ സബ്ജക്ട് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിയോട് ചോദിച്ചു ഇത് ആര് കാണാനാന്ന് ചോദിച്ചായിരുന്നു എന്നെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ നായകനാണ്, പാട്ട് സീൻ വന്ന് കെട്ടിപ്പിടിക്കണം ഇങ്ങനെ, ഞാൻ ചമ്മം ചെയ്ത് സമ്മതിക്കൂല. കാരണം ഞാൻ ഹഗ് ചെയ്താലും എന്റെ മുഖത്ത് ചമ്മൽ കിടപ്പുണ്ടാവും, അത് പ്രണയം വരില്ല അതിനകത്ത്. ആ പാട്ട് സീനിൽ ഫുള്ള് ക്ലോസ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. എനിക്കാണ് നാണായിട്ടും പോയ വള്ളി നിക്കർ മാത്രം ഇട്ടുണ്ട് സ്കിറ്റ് കളിക്കുക സ്റ്റേജിൽ നിന്ന് ആൾക്കാരുടെ മുമ്പ്, ഷർട്ട് പോലും ഇടാതെ. പക്ഷെ ഇതൊന്നും പറ്റൂല, നമുക്ക് പറ്റാത്തവരുടെ അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ക്യാമറയുടെ മുന്നിൽ വരാൻ, ക്യാമറ മുമ്പിൽ നിന്നല്ല, ഈ ഒന്ന് ഹഗ് ചെയ്ത പ്രശ്നമാവും. പിന്നെ പ്രണയം വല്ല ഒന്നല്ലേ നമ്മൾ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഹഗ് ചെയ്യുക, അതൊക്കെ ഓക്കെ, അല്ലെ സ്നേഹം കൊണ്ട് ഹഗ് ചെയ്യുക. ഈ പ്രണയം കൊണ്ട് ഹഗ് ചെയ്യുമ്പോഴത്തേക്ക് നടക്കൂല ഇത്. അത് ശരി, ചേച്ചിന് ഇത്രയും നാള് പ്രണയിച്ച് കഴിഞ്ഞിട്ട് പ്രണയം അഭിനയിക്കാൻ മടിയാണോ? ചേച്ചിയുടെ അഭിനയിക്കണ്ടല്ലേ, റിയൽ അല്ലേ? അല്ല അത്രയും നാള് പോയിട്ട്. പക്ഷെ എനിക്ക് പറ്റില്ല. ആ പാട്ട് സീൻ എടുത്ത് നോക്കി അറിയാൻ പറ്റും, ആ ചമ്മല് മുഴുവൻ കിടക്കുന്ന മുഖത്ത്. ജസ്റ്റ് തോളത്ത് കഴിട്ട് നടന്ന നമുക്ക് അവിടെ ഇപ്പൊ കൂട്ടുകാരനെന്നോ അല്ലെങ്കിൽ സഹോദരി അങ്ങനെ മൈൻഡ് അല്ല. പ്രണയിക്കുന്ന പെണ്ണ് ആ രീതിയിൽ കൈയിടുമ്പോ വരില്ല ഇതൊന്നും.
അത് ശരി. പിന്നെ ചേട്ടൻ അഭിനയിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവം അത് തന്നെ പ്രണയം. അതെ, ബാക്കിയൊന്നും വലിയ കുഴപ്പമില്ല. ഒന്നും പ്രശ്നമില്ല. ഓക്കെ, പ്രണയം ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ വാർഡൻ ആണെന്ന് പറഞ്ഞു, കെയർ ടേക്കർ ആണെന്ന് പറഞ്ഞു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണോ? സ്ട്രിക്റ്റ് ഒന്നുമല്ല, പിള്ളേരെ ഇവിടെ നിന്ന് കള്ളുപിടിക്കുന്ന ആളാണ്. അങ്ങനത്തെ ആളാണ് ഞാൻ. പിള്ളേർ അവന്മാരെ പറ്റിച്ച് അവന്മാരെന്ന് കൂറ്റിയൊക്കെ ജീവിക്കുന്ന ആളാണ്. പക്ഷേ നല്ല രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ട്യൂട്ടോറിയൽ, പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ അഭിലാഷ് സാറാണ് എൻ്റെ ഡയറക്ടർ. വളരെ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സാറിൻ്റെ വൈഫും അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ലൊക്കേഷനിൽ ഏകദേശം കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും. രണ്ടുപേരും കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. അതെ, ഇവർ രണ്ടുപേരും. പക്ഷെ ഇവർ രണ്ടുപേരും മാനേജ് ചെയ്യാൻ ഞങ്ങൾ ആരെങ്കിലും വേണം. അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ഓക്കെ, കൊള്ളാം. എന്തായാലും ചേട്ടാ, സിനിമയിൽ വരാൻ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നുന്നത്. ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു സിനിമക്ക് വരാൻ എളുപ്പം, സിനിമയിലേക്ക് വരാൻ ഭയങ്കര പാടാ. സിനിമക്ക് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടി, പക്ഷെ സസ്റ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ നിലനിന്ന് പോകും. അതാണ് എപ്പോഴും നമ്മൾ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അത് നിലനിർത്തുക എന്നുള്ളത് വലിയ കാര്യം. നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പം നമ്മൾ വന്നത് ഒരു തല്ലും പിടിയും ബഹളമുള്ള കോളനി എന്നൊന്നും പറയാൻ പാടില്ല. എന്നാലും ഇപ്പോഴും നിലവിൽ സർക്കാർ തന്നെ പറയുന്നുണ്ട് ലക്ഷം വീട് കോളനി എന്നൊക്കെ. അതുപോലത്തെ ഒരു ഏരിയ അങ്ങനെ നിലവിൽ അങ്ങനെ ഇല്ല. ഈ ഏരിയ അങ്ങനെ ഇല്ല കേട്ടോ. ഞാനൊരു ഉദാഹരണത്തിന് പറഞ്ഞതാ. ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ വരുവാണെങ്കിലും നമ്മൾ അവിടുത്തെ കൾച്ചർ കാണിക്കാതെ ഇവിടെ എന്താണോ നമ്മൾ വന്ന് നിൽക്കണ ഏരിയ അവിടുത്തെ അതേ രീതിയിൽ ബിഹേവ് ചെയ്ത് വേണം. സിനിമ അതാ, നമ്മൾ ബിഹേവ് ചെയ്യണ പോലെ ഇരിക്കും. നമ്മൾ സിനിമയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. വേറെ വഴിയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കിട്ടും. എന്തായിട്ടും അപ്പം നമ്മൾ ചിരിക്കേണ്ട അതൊക്കെ തന്നെ. ഏത് വഴി നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ എപ്പോഴും നമ്മളൊന്ന് മുമ്പോട്ട് പോകുമ്പോൾ തിരിഞ്ഞൊന്ന് നോക്കുക. എൻ്റെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ടല്ല, എൻ്റെ കൂട്ടുകാരുടെ, എൻ്റെ അച്ഛൻ്റെ, എൻ്റെ അമ്മയുടെ, ഫാമിലിയുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ ഈ ഒരു അവസരത്തിന്. അപ്പോൾ എപ്പോഴും തിരിഞ്ഞ് പുറകോട്ട് നോക്കിയാൽ മതി. നമുക്ക് പുറകിൽ ഇത്രയും പേര് നമ്മളെ പ്രതീക്ഷ ജീവിക്കണവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ പോയി നമ്മൾ വേറെ ഒന്നും പോകില്ല, സിനിമയിൽ നിലനിൽക്കുകയും ചെയ്യും. അപ്പൊ ചേട്ടൻ്റെ ഈ സീക്രട്ട് എന്ന് പറയുന്നത് അതാണ്. ഇത്രയും നാൾ നിലനിന്ന് ഇത് സീക്രട്ട് അല്ല, ഇതാണ് സത്യം. ഇതാണ് വേണ്ടത്. കാരണം നമ്മൾ ഒത്തിരി പേരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, ഇപ്പം ഇവിടെ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ അവരെ ഓർക്കുക. ഒരടി വെക്കുമ്പോഴും നമ്മൾ ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. അപ്പൊ നല്ല രീതിക്ക് പോവാന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഓണം സമയത്ത് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവിധ ഭാഗങ്ങളും ഇനി നമുക്ക് കാണാൻ പറ്റട്ടെ, സംസാരിക്കാൻ പറ്റട്ടെ. ഓക്കെ, എന്തായാലും സന്തോഷം. ഈ പറഞ്ഞ ഓണം എല്ലാവർക്കും നന്മ നിറഞ്ഞാവട്ടെ, എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഐശ്വര്യം ഉണ്ടാവട്ടെ, എല്ലാവിധ പ്രാർത്ഥനയും. ഓക്കെ, അഡ്വാൻസ് ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാജു നവോദയ, നിങ്ങളുടെ സ്വന്തം പാഷാൺ ഷാജി. മോളിവുഡ് ന്യൂസിനും അതിൻ്റെ പ്രവർത്തകർക്കും അതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഈ വർഷത്തെ ഓണം എല്ലാവർക്കും ഗംഭീരമാവട്ടെ, എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ, എല്ലാവിധ പ്രാർത്ഥനയും. ഹാപ്പി ഓണം.